കോഴിക്കോട് നിന്ന് റിയാസ് KM കൂടി ചേരുന്നു. റിയാസ്, കോഴിക്കോട് പ്രധാനമായും ഈ ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് അവസ്ഥ? തിരുവനന്തപുരത്ത് ഇപ്പോൾ മുട്ടത്തറയിൽ 23 പേർക്ക് സ്ലോട്ട് നൽകിയെങ്കിലും ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല. കോഴിക്കോട് ആരെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടോ? പോലീസിന്റെ സംരക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ലിവിഷ്, നമ്മളിപ്പോൾ ഉള്ളത് ചേവായൂരിലെ ഗ്രൗണ്ടിലാണ്. കോഴിക്കോട് ജില്ലയിൽ 7 ഗ്രൗണ്ട് ഉള്ളത്. എവിടെയും ആരും തന്നെ ഇന്ന് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അനുവദിക്കപ്പെട്ട ആരും തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ടെസ്റ്റിനായി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആരും വാഹനവുമായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു സ്ഥിതി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇവിടെയെല്ലാം സമരസമിതി പ്രവർത്തകരും ഉണ്ട്. മാത്രമല്ല, ആരും എത്താത്തതിനാൽ പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്ന്, പ്രത്യേകിച്ച് നമ്മളുള്ള ചേവായൂർ ഗ്രൗണ്ടിൽ ഇല്ല എന്നുള്ളതാണ്. അതേസമയം താമരശ്ശേരിയിൽ സമരക്കാർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട് ഇന്ന്. അത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ഈ സമരസമിതി പ്രവർത്തകർ തന്നെ ചേരുകയാണ്. അവരോട് തന്നെ ചോദിക്കാം, ഇന്നത്തെ ഒരു സാഹചര്യം. ഇന്ന് വീണ്ടും ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നു. 6ാം ദിവസമാണ് ഇങ്ങനെ മുടങ്ങുന്നത്. 7ാം ദിവസം. ആ 7ാം ദിവസം മുടങ്ങുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞങ്ങൾ വിളിക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്, ജീവൻ മരണ പോരാട്ടം എന്നുള്ളത്. ഇത് ഞങ്ങൾ ജീവൻ പ്രശ്നമാണ്. ഞങ്ങൾ തടയുക ചെയ്യും ടെസ്റ്റ് നടത്താൻ വന്നിട്ടുണ്ടെങ്കിൽ. ആരോട് ഞങ്ങൾക്ക് വാശിയും കാര്യങ്ങളൊന്നുമില്ല. ജനങ്ങളോടും മന്ത്രിയോടും ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കുന്ന മന്ത്രി ഒരു വർഷത്തിൽ ഒരു ഡ്രൈവിംഗ് സ്ക്വയറൻ 10 ടെസ്റ്റ് നടത്തിയാൽ അവൻ എങ്ങനെ ജീവിക്കും? ആ ചോദ്യം മന്ത്രിയുടെ മുൻപാകെ ജനങ്ങളെ മുൻപാകെ വെക്കുകയാണ്. ആർക്ക് വേണം നോക്കാം. ബിൽഡിങ്ങിൻ്റെ വാടക, ടാക്സ്, കറണ്ട് ബില്ല്, വാഹനത്തിൻ്റെ ഇൻഷൂർ, തൊഴിൽ നികുതി, ഇത് മൊത്തം അടച്ചു ഡ്രൈവിംഗ് സ്ക്വയർ എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ന് നിങ്ങൾ ടെസ്റ്റ് മുടങ്ങിയുള്ള വാർത്ത ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഡ്രൈവിംഗ് സ്ക്വയറിന് ആത്മഹത്യ നിങ്ങൾ വാർത്ത ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ജീവൻ മരണ പോരാട്ടം തന്നെയാണെന്ന്. മരണം വരെയും പിന്നോട്ടില്ല എന്ന് ഉറപ്പാണ്. ഈ സ്വകാര്യ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളെന്ന ഒരു പരിഷ്കരണം കൂടി സർക്കാർ പോവുകയാണ്. അതേക്കുറിച്ച് എന്താണ്? അതാണ് ഞങ്ങൾ ഈ മേഖല തുടച്ചു നീക്കിയിട്ട് സ്വകാര്യവൽക്കരിക്കാൻ ലക്ഷ്യമല്ല ഇതിൻ്റെ ബാക്കിൽ. അതല്ലെങ്കിൽ മന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതെങ്ങനെ ജീവിക്കണം ഞങ്ങൾ എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞ എന്താണ്, എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ പരിഷ്കാരം ഞങ്ങൾ എതിരാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ മൊത്തം അപ്പോഴും ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ പരിഷ്കാരങ്ങൾക്കെതിരല്ല. എണ്ണം ക്രമാതീതമായിട്ട് കൂട്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിൽ നിൽക്കുന്നത്. മന്ത്രി കൃത്യമായിട്ട് മനസ്സിലാക്കണം. ും കഴിഞ്ഞ 7 ദിവസം മുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ചേവായൂർ ഗ്രൗണ്ടിൽ മാത്രം ഇന്ന് 40 പേർക്ക് സ്ലോട്ട് നൽകിയതാണ്. ആരും വന്നിട്ടില്ല. ഇങ്ങനെ മുടങ്ങുന്ന സമയത്ത് അത്രയും ആളുകളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പിന്നെയും നീളുകയാണ്. പിന്നീട് വീണ്ടും തുടങ്ങുമ്പോൾ അത്രയും ആളുകൾക്ക് സ്ലോട്ട് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യം സർക്കാരിനും ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഇപ്പം നിലവിൽ കോഴിക്കോട് മാത്രം ലേണേഴ്സും ഫയലുകൾ ഏകദേശം 2500 മേലുണ്ട്. അപ്പോൾ അവരെ ടെസ്റ്റ് നടക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നല്ല ഇപ്പോൾ ബാക്കി നിൽക്കുന്ന 10 ആൾക്കാരത് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2500 ആൾക്കാരാണോ വലുത്? ഇന്നലെ നടത്താത്ത 10 ആൾക്കാരാണോ വലുത്? അത്ര ആളുകൾ വെയിറ്റിംഗ് നിൽക്കുകയാണ്. ഈ 2500 ആൾക്കാർ നടത്താൻ എത്ര വർഷം എടുക്കും? ഗവൺമെൻറ് കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 2-3 വർഷം എടുക്കും. 6 മാസം ലേണേഴ്സിൻ്റെ കാലാവധി വരുന്നത്. അത് അപ്പോൾ എത്ര പ്രാവശ്യം ആൾക്കാർ ടെസ്റ്റ് നടത്താൻ ലേണേഴ്സ് പുതുക്കേണ്ടി വരും? അതൊക്കെ വ്യക്തമായിട്ട് ഗവൺമെൻറ് പഠിക്കണം. ഗവൺമെൻറ് ഇപ്പോൾ ഒരു പുതിയ ട്രാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്രാക്ക് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു ചോദ്യമുണ്ട്, കേരളത്തിലെ ട്രാക്ക് എവിടെയുള്ളത്? ഒരു സംഭവം കൊണ്ടുവരുമ്പം വ്യക്തമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ട്രെയിനിങ് എടുത്തിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ട്രെയിനിങ് എടുത്ത ട്രാക്ക് കേരളത്തിൽ എവിടെയാണ്? ഞങ്ങൾക്കൊന്ന് കാണാൻ താല്പര്യമുണ്ട്. എന്തായാലും ലിബീഷ്, ഇവർ പറയുന്നത് ഇതാണ്. കാരണം ഇത്തരമൊരു പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ അതിന് എന്ത് ചെയ്തു, സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചോദിക്കുന്നത്. മാത്രമല്ല, ഇത്തരമൊരു പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക്, ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളെ സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേരുടെ ഉപജീവനമാണ് ഇല്ലാതാകുന്നത്. അതുകൊണ്ടാണ് സമരസമിതി പ്രവർത്തകർ സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ 7ാം ദിവസവും കോഴിക്കോട് ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നു. സ്ലോട്ട് ലഭിച്ച ആരും തന്നെ എത്തിയിട്ടില്ല. ചേവായൂർ ഗ്രൗണ്ടിൽ മാത്രം ഇന്ന് 40 പേർക്കാണ് സ്ലോട്ട് നൽകിയിരുന്നത്. അവരാരും തന്നെ ഇന്ന് ടെസ്റ്റിനായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം ഈ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 2500ഓളം പേരുടെ ലേണേഴ്സ് ടെസ്റ്റും ഇവിടെ കെട്ടിക്കിടക്കുകയാണ് എന്നുള്ളതാണ് സമരസമിതി പ്രവർത്തകർ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. ലിബീഷ്, റിയാസ്, ഈ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തുന്നവരെ തടയുന്നൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് പോലീസിന് അത് നോക്കി നിൽക്കാനും കഴിയില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഇടപെടേണ്ടി വരും. ആ രീതിയിലേക്ക് സമരസമിതി എന്താണ് പറയുന്നത്? സ്വന്തം വാഹനവുമായി എത്തുന്നവരെ പോലും തടയുമെന്ന നിലപാടിൽ തന്നെയാണോ അവരുള്ളത്? തീർച്ചയായും സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് ടെസ്റ്റിനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അവരെ തടയും എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇന്ന് ടെസ്റ്റിംഗ് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്.
7 ദിവസമായി അവർ സമരം തുടരുകയാണ്. അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടെ കഴിഞ്ഞ 7 ദിവസമായി ഒരു ടെസ്റ്റ് പോലും നടത്താൻ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 പേർക്ക് ഇവിടെ ചേവായൂരിലെ ഗ്രൗണ്ടിൽ മാത്രം ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ചിരുന്നു. ആരും തന്നെ സ്വന്തം വാഹനവുമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായും അതായത് ആളുകൾ വന്നിട്ടില്ല, ഇനി വന്നാൽ തന്നെ തടയുമെന്ന് സമരസമിതിയും നിലവിൽ സ്ലോട്ട് ലഭിച്ച ആരും എത്താത്തതിനാൽ ഇവിടെ ചേവായൂർ ഗ്രൗണ്ടിൽ പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിട്ടില്ല. ലബീഷ്. ശരി റിയാസ, സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്ലോട്ട് പലയിടത്തും നൽകിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്തിയിട്ടില്ല. ടെസ്റ്റിനെത്തുന്നവരെ തടയുമെന്ന നിലപാടിൽ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഉള്ളത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കേക്കാടും കോഴിക്കോട്